തൃശ്ശൂരിൽ നിന്ന് വീണ്ടും ഒരു ഇതര സംസ്ഥാനക്കാരുടെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂരിൽ 3 ആൺകുട്ടികളെ ഒമ്നി വാനിൽ പോയതായിട്ടാണ് പരാതി വന്നിരിക്കുന്നത്. പട്ടിക്കാട് ആൽപ്പാറ ഭാഗത്ത് വെച്ച് രാവിലെ 9:30 സംഭവം. കുട്ടികളെ മർദ്ദിച്ച ശേഷം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒമ്നി വാനിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പറയുന്നു. പള്ളിയിൽ പോവുകയായിരുന്ന മറ്റൊരു കുട്ടിയാണ് സംഭവം കണ്ടത്. ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിൽ പീച്ചി പോലീസ് വാനിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. വിനേഷ്, നമ്മൾ ഈ ഇതര സംസ്ഥാനക്കാരുടെ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തില് പല കേസുകളും റിപ്പോർട്ട് ചെയ്തത് ഇവർക്കെതിരെയാണ്, ഇതര സംസ്ഥാനക്കാരായ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയാണ്. ഈ തൃശ്ശൂരിലെ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൻ ശ്രമമുണ്ടായത് അതിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? പോലീസ് ഇതുവരെയും ഇക്കാര്യം ഉറപ്പിച്ചിട്ടില്ല. ഈ പട്ടിക്കാട് ആൽപ്പാറ കനാൽ ഭാഗത്ത് ഇന്ന് 9:30 സംഭവം. 3 ആൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ ദുരൂഹത ഏറെയുണ്ട്. ഇത് തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമാണ്. മറ്റുള്ള CC ക്യാമറ ദൃശ്യങ്ങളും മറ്റുമെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിൽ ഈ വാൻ, അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഓംനി വാൻ കണ്ടെത്താനുള്ളൊരു ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് തമിഴ്നാട് രജിസ്ട്രേഷനാണ്. തമിഴ്നാട് രജിസ്ട്രേഷനിൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇത് 4മതൊരു കുട്ടി കണ്ടു എന്നത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത് ശരിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒളിച്ചു വെക്കുന്നതിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും വേണ്ടി വന്നാൽ കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ഒരു കുട്ടിയാണ് ഇത് സംബന്ധിച്ചുള്ള പള്ളിയിൽ പോവുകയായിരുന്ന മറ്റൊരു കുട്ടിയാണ് ഈ പോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ചത്. ഈ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? തീർച്ചയായും കുട്ടികളെ കാണാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുട്ടികളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ഈ ഓമിനി വാനിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസം മുമ്പ് ഇതുപോലെ തന്നെ തൃശ്ശൂരിൽ 2 ആദിവാസി കുട്ടികളെ കാണാതാവുകയും പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഭീതിയൊക്കെ ജനങ്ങൾക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ കുട്ടി മാത്രമാണ് കണ്ടിരിക്കുന്നത്. മറ്റുള്ള ദൃക്സാക്ഷി മറ്റാരെങ്കിലും ഇത് കാണുകയോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ ഇത് പതിയുകയോ ഒന്നും ചെയ്തതായി പോലീസിന് ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഒല്ലൂർ പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ 9:30 നടന്ന സംഭവമായതുകൊണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും അപ്പോൾ തന്നെ പോലീസ് ഇത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായും ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്തായാലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നത്. വേണ്ടി വന്നാൽ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ളൊരു അന്വേഷണം തമിഴ്നാട് പോയി അന്വേഷിക്കുന്നതിനും സംഘം എന്തായാലും ആലോചിക്കുന്നുണ്ട്. ഒല്ലൂർ ACP നേരിട്ട് തന്നെയാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകൽ, ആസൂത്രിതമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണെങ്കിൽ ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചുള്ള വാഹനമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വാഹനം കണ്ടെത്തുക, ഈ ഒമ്നി വാൻ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഏതെങ്കിലും CCTVകളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പ്രദേശത്തുള്ള ഭാഗത്ത്, ഈ പട്ടിക്കാട് ഈ ഭാഗത്തുള്ള കടകളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ റോഡരികിലുള്ള വീടുകളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനൊരു വാഹനം കടന്നുപോയതായി കണ്ടെത്താനുള്ളൊരു ശ്രമം ആണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ രക്ഷപ്പെടാനുള്ളൊരു സാധ്യത കൂടി എടുത്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പൂർണ്ണമായും ഒരു തട്ടിക്കൊണ്ടുപോകലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിമോ നാടകമോ ഇതിന് പിന്നിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള
കാര്യങ്ങൾ എന്തായാലും അന്വേഷിച്ച് വരികയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതാണ്. ഈ ഒരു കുട്ടി മാത്രമാണ് പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഈ കുട്ടി ആണ് കണ്ടത്. ഈ 3 കുട്ടികളെയും, അതായത് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഈ 3 കുട്ടികളെയും കാറിലെത്തിയ സംഘം മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊണ്ടുപോയി എന്നാണ്, ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആ സമയം തന്നെ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അറിയിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ രക്ഷിതാക്കളെയും മറ്റും അറിയിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ കുട്ടിയുടെ വിശദമായൊരു മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റുള്ള അന്വേഷണം മറ്റു വഴികളിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുക. ടോം. വിനേഷ്, ഒരു ചെറിയ സംശയം. ഈ ഒരു ഭാഗം, അതായത് തൃശ്ശൂർ ആൽപ്പാറ ഭാഗം, അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാൻ എന്താണ് വഴിയുള്ളത്? അവിടേക്ക്, കാരണം ഇവിടെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നാട് കടത്തുക എന്നൊരു ലക്ഷ്യം സ്വാഭാവിക ഒരു പക്ഷേ ഉണ്ടാകാം. അതല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു സാധ്യതകൾ ഈ ഇവരെ കേന്ദ്രീകരിച്ചുള്ള, തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? അവരെ കടത്തുക എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് പോലീസിൻ്റെ നിലവിലെ അന്വേഷണം നീങ്ങുന്നത്? ടോം, ഇതിൽ 2 വഴിക്ക് മാത്രമാണ് തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. 2 വഴിക്ക് മാത്രമാണ്. ഒന്ന് നേരിട്ട് പാലക്കാട് വഴി, പാലക്കാട് കോയമ്പത്തൂർ, ആ റൂട്ട് മാത്രം, മീനാക്ഷിപുരം വഴി കോയമ്പത്തൂരിലേക്ക് പോവുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ അതിരപ്പള്ളി വാഴച്ചാൽ വഴി, വാഴച്ചാൽ മലക്കപ്പാറ വഴിയാണ് പൊള്ളാച്ചിയിലേക്ക് എത്തിച്ചേരാനുള്ള വനപാതയുണ്ട്. ഈ വനപാതയിലൂടെ എല്ലാ സമയങ്ങളിലൊന്നും വാഹനങ്ങൾ കടത്തിവിടുന്നില്ലെങ്കിൽ പോലും പരമാവധി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കാരണം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കൂടിയാണ്. നിരവധി വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ പല ആളുകളും തൃശ്ശൂരിലെത്തുന്നതിന് വേണ്ടി ഈ വഴി ആശ്രയിക്കാറുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് മാത്രമാണ് വനം വകുപ്പ് ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മഴക്കാലത്ത് വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇതുവഴി ധാരാളം വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചാലക്കുടി പോയി ഈ സ്ഥലത്തേക്ക്, അതായത് അതിരപ്പള്ളിയിലേക്ക് പോയി അവിടുന്ന് വാഴച്ചാൽ മലക്കപ്പാറ വഴി പൊള്ളാച്ചി എത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ പ്രധാന ദേശീയപാത തന്നെയാണ്, അതായത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂർ ദേശീയപാത തന്നെയാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരി, ആലത്തൂർ, പാലക്കാട് വഴി, പാലക്കാട് നഗരത്തിൽ ഇറങ്ങാതെ കോയമ്പത്തൂരിലേക്ക്, വാളയാർ വഴി കോയമ്പത്തൂരിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സംഘമാണെങ്കിൽ ആ വഴിക്കുള്ളൊരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ടോം. വ്യക്തമാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒമ്നി വാനിലെത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. തൃശ്ശൂരിൽ 3 ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് പരാതിയുള്ളത്. 3 പേരുടെയും തട്ടിക്കൊണ്ടുപോയ സംബന്ധിച്ചുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിൽ പീച്ചി പോലീസാണ് ഈ വാനിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നത്.